മൂല്യങ്ങളും ഗുണങ്ങളും ഇല്ലാതെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകുമോ? മൂല്യങ്ങളും ഗുണങ്ങളുമുള്ള ജീവിതത്തെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പ്രമേയം. പറയുന്നത് ഇങ്ങനെയാണ്: സ്പിരിച്വാലിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ വാല്യൂസ് ആൻഡ് വെർച്യൂസ് ദാറ്റ് ഷേപ്പ് ലൈഫ് ആൻഡ് റിലേഷൻഷിപ്സ്. ആത്മീയത, ഇതില് നമ്മൾ പരിശോധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് ആത്മീയത? എന്തെല്ലാമാണ് ആത്മീയതയുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ? ആത്മീയതയുടെ പ്രകടനം എങ്ങനെയാണ് കാണപ്പെടുക? ജീവിതത്തിലും ബന്ധങ്ങളിലും ആത്മീയതയുടെ സ്വാധീനം എങ്ങനെയെല്ലാം ആയിരിക്കും? ഇവയെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ആത്മം എന്താണെന്നും ആത്മാവ് എന്താണെന്നുമുള്ള ഒരു അന്വേഷണ പടികളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. അപ്പൊ ആത്മം എന്ന് പറയുന്നത് വളരെ വിദൂരതയിലുള്ള എന്തോ ഒന്നല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഞാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ എന്ന് വിളിക്കുന്ന, ഞാൻ എന്ന് മനസ്സിലാക്കുന്ന, ഞാൻ എന്ന് തൊട്ടറിയുന്ന, ഞാൻ എന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരപ്പെട്ട, ഞാൻ നിർമ്മിച്ച കാര്യങ്ങളും നമ്മൾ മാത്രമായിരിക്കുമ്പോൾ നമ്മളിൽ അറിയുന്ന അതീതമായി നിൽക്കുന്ന ഒരു ഞാനും ഒക്കെയാണ് നമ്മളെന്ന് മനസ്സിലായി. ആ ഞാൻ എന്നുള്ളതിന്റെ ആ ഒറിജിനൽ ആയിട്ടുള്ള ഫോം മനസാക്ഷി എന്ന രൂപത്തിൽ ഉള്ളിൽ ഇരിക്കുന്നതും നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ആത്മാവ് എന്ന ആ പൊതു പദം എന്തിനെയാണ് വിവക്ഷിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചത്. എന്തിനേയും ചരിപ്പിക്കുന്ന ഈ ആത്മം എന്ന് പറയുന്ന ആ ഒന്ന് എന്തിനേയും ചരിപ്പിക്കുന്നതാവുമ്പോഴാണ് അതിനെ ആത്മാവെന്ന് വിളിക്കുക. അപ്പൊ ആത്മാവാകുന്നത് ഏതൊരു വ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മളെന്ന ശരീരത്തെ ചരിപ്പിക്കുന്നതാകുമ്പോഴാണ് ആത്മാവാകുന്നത്. ആ ആത്മാവിന്റെ വിശേഷതകളാണ് ആത്മീയത എന്ന് പറയുന്നത്. തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ, ആത്മാവും ആത്മീയതയും തമ്മിൽ. അപ്പൊ എന്താണ് ആത്മീയത എന്നുള്ള ആ ഒരിടത്താണ് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോ ശ്രദ്ധിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ഈക്കോ സ്പിരിച്വാലിറ്റിയെ കുറിച്ച്, നമ്മുടെ ആത്മീയ യാത്രയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ആത്മത്തിന് ഗുണങ്ങളും മൂല്യങ്ങളും അടിസ്ഥാനമായിട്ടുണ്ടെങ്കിൽ ആ ആത്മാവസ്ഥയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. ഈ ആത്മം, അതായത് ഞാൻ എന്നുള്ള ഒന്നിന് ഗുണങ്ങളുണ്ട്, കുറെ അട്രിബ്യൂട്ട്സ് ഉണ്ട്. ഗുണങ്ങൾ എന്ന് വെച്ചാൽ സവിശേഷ ഗുണങ്ങളാവാം, വിരുദ്ധമായ ഗുണങ്ങളാകാം. ആ ഗുണങ്ങൾ എന്നുള്ളത്, ആ ഗുണങ്ങളിൽ തന്നെ മൂല്യങ്ങൾ എന്നുള്ളത്, ഗുണങ്ങളിൽ നമ്മൾ സവിശേഷമായി കരുതുന്ന വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ, കരുണ, സ്നേഹം, ആർദ്രത തുടങ്ങിയ ഗുണങ്ങളുണ്ടല്ലോ. അതായത് എന്റെ ശരീരപരിധിക്കും അപ്പുറത്ത് ഉള്ള പരിസരത്തോട് ഞാനെന്ന രീതിയിൽ തന്നെ കരുതാനുള്ള വികാസം. അപ്പോഴാണ് ഈ മൂല്യങ്ങൾ ഉണ്ടാവുക. ആ മൂല്യങ്ങളുള്ള ഒരവസ്ഥയാണ്, ആ മൂല്യങ്ങളുള്ള ആത്മാവസ്ഥയെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഒരാളുടെ ജീവിത ശൈലി കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ബോധം തുളുമ്പി നിൽക്കുന്നു, ബോധം ഉണർന്നിരിക്കുന്നു എന്നറിയുന്നുണ്ടെങ്കിൽ, ഇത് ചിന്ത ഉണർന്നിരിക്കുന്നു എന്നുള്ളതല്ല കേട്ടോ, ബോധം ഉണർന്നിരിക്കുന്നു, പരിസരത്തോടുള്ള അയാളുടെ കൺസേൺസ് ഉണർന്നിരിക്കുന്നു. എവിടെ? ചിന്തയിലല്ല, പറച്ചിലല്ല, ചിന്തയാൽ നിയന്ത്രിതമായിട്ടുള്ള ജീവിതത്തിലല്ല. ചിന്തയില്ലാതെ തന്നെ സ്വാഭാവികമായി നൈസർഗികമായി അയാളുടെ ഉള്ളിൽ നിന്നും ആ ജീവിത പ്രക്രിയയിൽ ഈ പറയുന്ന ധാർമ്മികതയും ബോധവും എല്ലാം ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ, അത്തരമൊരു ജീവിതശൈലി ഉണ്ടെങ്കിൽ അയാളിൽ ആത്മീയതയുണ്ടെന്ന് പറയാം, അയാൾ ആത്മീയനാണ് എന്ന് പറയാം. അപ്പൊ ഇത് ഈ പ്രകൃതിയില് നമ്മൾ നമ്മുടെ പരിസരത്തോട് ഇഴുകി ഇണങ്ങി ജീവിക്കുന്ന സമയത്ത്
അതിലെ ധാർമ്മികത പാലിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ശരികൾ എന്ത് എന്ന് അറിഞ്ഞ് ജീവിക്കലാണ്. ഈ ശരി അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിന്റെ ശരിയോ നിയമത്തിന്റെ ശരിയോ ഒന്നുമല്ല. യഥാർത്ഥ ശരിയിലേക്കുള്ള ആ ഒരു തുറവി അയാളിൽ ഉണ്ടെങ്കിലാണ് ആത്മീയത ഉണർന്നിരിക്കുന്നു പറയാൻ കഴിയുക. ഇയാൾ വായിച്ചു വെച്ച പാഠങ്ങളുണ്ടല്ലോ, ഇയാൾ പഠിച്ച പുസ്തകങ്ങൾ, ഇയാൾ പഠിച്ച സ്കൂൾ ഓഫ് തോട്ട്സ്, ഇതിനൊക്കെ അനുസരിച്ചുള്ള ഒരു ശരി, വിവേകത്തിന്റെ ഒരു ശരി അയാൾ ഉണർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ശരികളിലാണ് സമൂഹം മുഴുവൻ പോകുന്നത്. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്ത് അകത്ത് ലീനമായിരിക്കുന്ന ഒരു ശരിയുണ്ട്. മനസാക്ഷി ധാർമ്മികതയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്ന്. ഈ ധാർമ്മിക ബോധം എന്ന് പറയുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഏറ്റവും ചുരുക്കിയത് കരുണ, ആർദ്രത തുടങ്ങിയ, സഹാനുഭൂതി തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, ദീനാനുകമ്പ തുടങ്ങിയ കാര്യങ്ങൾ അയാളിൽ ശരീരത്തിന്റെ ഭാഷയായിട്ട് വരുന്നത് കാണാൻ കഴിയും. ആ ശരീരഭാഷയായിട്ട് വരുന്ന ആ ഒന്ന് അയാളിലുണ്ടെങ്കിൽ അയാളിൽ ആത്മീയനാണ് നമുക്ക് പറയാൻ കഴിയും. അവിടെയാണ് ആത്മത്തിന്റെ ആ ശുദ്ധമായ പ്രകടനം അയാളിൽ കണ്ടെത്താൻ കഴിയുക. അവിടെയാണ് അയാളിൽ ഒരു തെളിച്ചമുണ്ടാവുക. അയാളിന് ജീവിതത്തിൽ അയാൾക്ക് ലക്ഷ്യം എന്നുള്ളതുണ്ടല്ലോ, അത് തെളിച്ചമുള്ള ലക്ഷ്യമായിരിക്കും. അതിന്റെ ഗതി ക്ലിയർ ആയിരിക്കും. സംശയങ്ങൾ ഉണ്ടാകാതെ മുൻപോട്ട് പോകും. അവിടെ ആത്മീയത ഉണർന്നിരിക്കുന്നു എന്ന് പറയാം. ഇത് പ്രാഥമിക അനുമാനമാണ് കേട്ടോ. ആത്മീയതയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. കാരണം ആത്മീയനെ ക്രമപ്പെടുത്താൻ, ചിട്ടപ്പെടുത്താൻ, ഇങ്ങനെ ചെത്തിമിനുക്കിയെടുക്കാൻ വേണ്ടി പ്രകൃതി ചെയ്യുന്ന കുറച്ച് കലാപരിപാടികളുണ്ട്. അതിലൂടെ ഇയാളുടെ ഗതി മുട്ടുന്നത്, ഇയാളിലെ മുൻപോട്ട് പോക്കിന് പലപ്പോഴും വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നത്, ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാകുന്നത്, ഈ രീതിയിലുള്ള ചില ഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. അത് പിന്നീട് നമ്മൾ പഠിക്കും. പക്ഷെ തുടക്കത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാഥമികമായിട്ട് നോക്കുകയാണെങ്കിൽ, ആത്മത്തിന്റെ ശുദ്ധമായ പ്രകടനം, ശരിയെന്ത് എന്നറിയാനുള്ള അവരുടെ ശേഷി, ഉള്ളിലെ ബോധവും ധാർമ്മികതയ്ക്ക് ഉണർന്നിരിക്കുന്ന ഒരു ജീവനശൈലി, അത് ശരീരത്തിന്റെ ഭാഷയാകുന്ന ഒരവസ്ഥ, ഇത്തരത്തിൽ ഗുണങ്ങളും മൂല്യങ്ങളും അടിസ്ഥാനമായി നിൽക്കുന്ന ആ ബോധാവസ്ഥയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു ആത്മീയതയ്ക്ക് കുറച്ച് ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത്. നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യം അതാണ്, ആത്മീയതയുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ എന്താണെന്നുള്ളത്. ഈ ഗുണങ്ങൾ എന്നുള്ളതിന് രണ്ട് പക്ഷമുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. പ്രകൃതിയുടെ ഒരു നിയമമാണ് ധ്രുവതയുടെ നിയമം, ദ ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്. അത് പ്രകൃതിയിലെ ഒരു വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ, പ്രകൃതിയിലെ ബാലൻസ് നിലനിൽക്കണമെങ്കിൽ രണ്ട് പക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് തുലനം ചെയ്താൽ മാത്രമേ ഒന്നായി നിൽക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ലോ ഓഫ് പൊളാരിറ്റി, ലോ ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ദ്വിപക്ഷങ്ങളുടെ ഒരു നിയമം പ്രകൃതി പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഗുണങ്ങൾക്കെല്ലാം തന്നെ രണ്ട് പക്ഷങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അതിലിപ്പോ ശുഭകരമായ ഒരു പക്ഷത്താണ് കമ്പാഷൻ അഥവാ കരുണ എന്ന് പറയുന്നത്. അതായത് എന്റെ ശരീരത്തോട് ഞാൻ കാണിക്കുന്ന മമതയോ, എന്റെ ശരീരത്തോട് ഞാൻ കാണിക്കുന്ന ശ്രദ്ധയോ, എന്റെ ശരീരത്തിന്റെ വേദനയെ ഞാൻ പരിഗണിക്കുന്ന ഒരവസ്ഥയോ ഒക്കെ എന്റെ ശരീരത്തിന് ബാഹ്യമായ ഒരു ലോകത്ത് ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് പെരുമാറുന്ന ഒരവസ്ഥയാണ് കരുണ എന്ന് പറയുന്നത്. എന്റെ ശരീരത്തിന് പുറത്ത് എന്നുള്ളൊരവസ്ഥ അവിടെ വരാതെ എന്റെ ശരീരത്തിന് പുറത്തുള്ളവയോട് ഞാൻ കരുണ കാണിക്കണം എന്നുള്ളത് ബുദ്ധിയുടെ ഔട്ട്പുട്ടാണ്. എന്റെ പുറത്തുള്ളതിനോട് എന്നോട് കാണിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു വികാരം, ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് ചിന്തയല്ല തോന്നൽ ഉണ്ടാകുന്നുണ്ട്, വികാരം എന്നുള്ള രൂപത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ ശരീരത്തിനും പുറത്തുള്ള എന്റെ ശരീരത്തെ, എന്റെ ശരീരപരിധി ഉണ്ടല്ലോ, അത് ഈ തോലിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ശരീരപരിധിക്ക് അപ്പുറത്തുള്ള ആ പ്രാപഞ്ചിക ശരീരവുമായി ചേർന്നിണങ്ങി നിൽക്കുന്ന, അത് എന്റെ ശരീരം തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയാണ്. പ്രപഞ്ചവുമായി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ മാത്രമായി വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥയ്ക്ക് പകരം ഞാൻ പുറത്തേക്ക് തുറന്നു വയ്ക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയാണ് കരുണ എന്ന് പറയുന്നത്. ഇതേ അവസ്ഥയുടെ മറുപക്ഷമാണ് കരുണയില്ലായിക, ദാക്ഷിണ്യമില്ലായിക. ആ അവസ്ഥയിൽ മറ്റുള്ളവയോട് നമുക്ക് ഒരു സഹാനുഭൂതിയുമില്ല, അവയുടെ വേദനയിൽ നമുക്ക് യാതൊരു താല്പര്യവുമില്ല. അവരുടെ വേദന ഉളവാക്കുന്ന, വേദനയെ പുറപ്പെടുവിക്കുന്ന കാര്യത്തോട് പ്രത്യേക താല്പര്യം തോന്നുന്നൊരവസ്ഥ
ഒരുപാട് മനുഷ്യരിൽ നമുക്ക് കാണാൻ കഴിയും. ആ അവസ്ഥ എന്നുള്ളത് ഇതിന്റെ നേരെ എതിർപക്ഷമാണ്. അതവിടെ ഉണ്ട്, അത് മനുഷ്യരിലുണ്ട്. ഇപ്പൊ നമ്മൾ കരുണയുണ്ടെന്ന് പറയുന്ന നമ്മൾ തന്നെ വളരെയധികം കോപാകുലരായി കഴിഞ്ഞാൽ, ചില പ്രത്യേക വൈകാരിക അവസ്ഥകളിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ കരുണയില്ലാത്ത അവസ്ഥ വരികയും നമ്മളത് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതും നമ്മൾ ലീനമായിരിക്കുന്നുണ്ട്. എങ്കിലും ആത്മീയ ബോധമുണ്ടെങ്കിൽ, ആത്മീയമായ തുറവി ഉള്ളിലുണ്ടെങ്കിൽ ഈ കരുണ വെളിപ്പെടും. ചിന്തയുടെ രൂപത്തിൽ, വാക്കിന്റെ രൂപത്തിലല്ല വെളിപ്പെടുക, അത് ശരീരഭാഷയുടെ രൂപത്തിൽ, പെരുമാറ്റത്തിന്റെ രൂപത്തിൽ, ഒരു നോട്ടത്തിന്റെ, ഒരു ശ്വാസത്തിന്റെ രൂപത്തിലെല്ലാം അത് വെളിപ്പെടും. അപ്പോൾ ആത്മീയതയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് നമ്മൾ പറയുന്നത് ഈ കരുണയാണ്. മറ്റൊന്നാണ് സത്യസന്ധത എന്നുള്ളത്, ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതായത് കാര്യങ്ങളെ അതിനെ അതായി തന്നെ സ്വീകരിക്കാൻ പറ്റുന്നൊരവസ്ഥ, അതാണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകുന്ന ഒരവസ്ഥ, നമ്മൾ കരുതുന്ന ആ ആശയത്തിനനുസരിച്ച് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാനുള്ള അവസ്ഥ, അത് നമ്മുടെ ആന്തരികമായ, നമ്മുടെ ആത്മത്തിന്റെ വിവിധ തലങ്ങൾ പറഞ്ഞല്ലോ, ആ ആത്മത്തിന്റെ വിവിധ തലങ്ങളിൽ ഈ പരമമായ ആത്മമാണെങ്കിലും അതീതമായ ആത്മമാണെങ്കിലും നിർമ്മിതമായ ആത്മമാണെങ്കിലും ഇവയെല്ലാം തമ്മിൽ ഏകധാരയിൽ കൊണ്ടു നിർത്താനുള്ള ശേഷിയുള്ളവർക്ക്, അവർക്കാണ് ഈ സത്യസന്ധത പാലിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഉള്ളിലൊന്ന് വയ്ക്കുകയും പുറത്തൊന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വ്യക്തി മാറും. അപ്പോൾ അതല്ലാതെ ഇവയെല്ലാം ഏകീധാരയിലായിരിക്കുമ്പോഴാണ് സത്യസന്ധത, ഇന്റഗ്രിറ്റി പുലർത്താൻ കഴിയുക. ഇത് ആത്മീയമായ ഒരു ഗുണം ഒരാളിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കരുണ, സത്യസന്ധത. മറ്റൊന്ന്, ഞാൻ മറ്റൊന്നിൽ നിന്നും വേറിട്ടതാണ്, ഞാനും പരിസരവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന രീതിയിൽ ഞാൻ മാറി നിൽക്കുന്നതിനു പകരം അവയുമായിട്ട് ഇഴുകി നിൽക്കുമ്പോൾ അവയ്ക്കകത്ത് ആ ഗർഭപാത്രത്തെ, മഹാഗർഭപാത്രത്തെ അറിഞ്ഞുകൊണ്ട് അതിൽ വിധേയപ്പെട്ട് നിൽക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ, അമ്മയുടെ മാറിടത്തിന് മുന്നിൽ പാലിനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ഇതേപോലെ ഉയർന്നു നിൽക്കുന്ന സർവ്വതിനോടും ഞാനല്ലാതെ എന്റെ ശരീരപരിധിക്ക് വെളിയിലുള്ളത് മുഴുവൻ ഉയർന്നു നിൽക്കുന്നതാണെന്നും ആ ഒരു തിരിച്ചറിവുള്ളവർക്കാണ് ഈ വിനയം എന്ന സംഭവം ഉണ്ടാവുക. അഹത്തിന് പാകം വന്ന, അഹത്തിന് വലിയ അഹത്തിന്റെ അകത്താണെന്നുള്ള തിരിച്ചറിവ് വന്നവർക്കാണ് വിനയം ഉണ്ടാവുക. അവിടെ അഹങ്കാരമില്ലാത്ത, നമ്മുടെ അഹങ്കാരത്തിന്റെ പ്രകടനമുണ്ട്, ഈ പ്രകടനമില്ലാത്തൊരു സമീപനം കാണും. ഇത് ആത്മീയതയുടെ ലക്ഷണമാണ്. അതേപോലെ മറ്റൊന്നാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു വീഴാൻ പോകുന്ന സമയത്ത് ഉടനെ കൈ അങ്ങോട്ടേക്ക് നീങ്ങി ചെല്ലുന്നത്, ഒരു വഴി കൂടെ പോകുന്ന സമയത്ത് ഒരു മുള്ളു കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് മാറ്റിവെക്കുന്നത്, ബുദ്ധി കൊണ്ട് വർക്ക് ചെയ്യുക, പക്ഷെ സഹജമായ രീതിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഒരു വഴി കൂടെ പോകുമ്പോൾ ഈ ഇലകൾ തൂങ്ങുന്ന ഒരു കൊമ്പ് അതിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒടിച്ചു കളയാന്നുള്ളൊരു ശീലമുണ്ട്. ഈ ഒടിച്ചു കളയാനുള്ള ശീലമുള്ള സമൂഹത്തിൽ തന്നെ ചിലർ അതിനെ വകഞ്ഞു മാറ്റി അതിനെ ദ്രോഹിക്കാതെ മുമ്പോട്ട് പോകും. ഈ വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി, അതായത് അകത്തു നിന്നും വരുന്ന റെസ്പോൺസിബിലിറ്റി, പഠിച്ചുണ്ടാക്കിയ റെസ്പോൺസിബിലിറ്റി അല്ല, അകത്തു നിന്നും വരുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ആത്മീയതയുടെ ഗുണമാണ്. അതുപോലെ ജീവിതത്തിൽ മറ്റൊന്നിനെയും ബാധിക്കാത്ത രീതിയിൽ, മറ്റൊന്നിനും പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ ശരിയായ ക്രമത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ജീവിതമുണ്ടല്ലോ, ധാർമ്മിക ജീവിതം, എത്തിക്കൽ ലിവിംഗ് എന്ന് പറയുന്നത്, ഇതും ആത്മീയതയുടെ ഒരു ഗുണമാണ്. ഇങ്ങനെ നോക്കിയാൽ സവിശേഷമായ ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടാവും. ഇത് നമ്മൾ ആത്മീയ ധാരയിലൂടെ യാത്ര ചെയ്ത് കുറെ പോകുന്ന സമയത്ത് പിന്നെത്തുന്ന മറ്റു ചില തലങ്ങളുണ്ട്. നമ്മൾ സന്തോഷത്തിലായിരിക്കുക എന്നുള്ളത്, ആ സന്തോഷത്തിലായിരിക്കുക എന്നുള്ളത് നിരന്തരമാകുന്ന സമയത്ത് അതിനെ നമ്മൾ ആനന്ദം എന്ന് വിളിക്കും. ഇതുപോലെ ഒരു ഒട്ടേറെ ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. ഈ ധാരയിലൂടെ ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മിൽ വന്നു ചേരും. അതായത് സിദ്ധസമ്പ്രദായ പ്രകാരം പറയുന്നത് കാര്യസിദ്ധി, ജ്ഞാനസിദ്ധി, മോക്ഷസിദ്ധി തുടങ്ങിയ കാര്യങ്ങളാണ്. ജീവിതത്തിന് എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടതുണ്ടോ അവയെല്ലാം സിദ്ധിക്കുന്നതാണ് കാര്യസിദ്ധി. ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു അവയെക്കുറിച്ച് അവയോട് തിരിച്ചറിഞ്ഞ് അനുരൂപപ്പെടാനുള്ള ശേഷിയാണ് ജ്ഞാനസിദ്ധി എന്ന് പറയുന്നത്. അതിനുമപ്പുറത്ത് നമ്മൾ ജീവിതത്തിന്റെ ഈ വഴികളിലൂടെ എല്ലാം പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുരുക്കിയിടുന്ന പല കാര്യങ്ങളിൽ നിന്നും, നമ്മുടെ അഹങ്കാരത്തിൽ നിന്നും, നമ്മുടെ ദ്രവ്യ മോഹങ്ങളിൽ നിന്നും, നമ്മുടെ ബന്ധനങ്ങളിൽ നിന്നും, നമ്മുടെ അനാവശ്യ വൈകാരികതകളിൽ നിന്നുമൊക്കെ രക്ഷ നേടുന്നൊരവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്, മോക്ഷസിദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഈ വിധത്തിലെല്ലാം സിദ്ധികളിലേക്ക് നമ്മൾ കടന്നു പോകും. സിദ്ധികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, ഉണ്ടായി വരേണ്ടതാണ്. സിദ്ധികൾക്ക് വേണ്ടിയല്ല നമ്മൾ ഈ ആത്മീയ യാത്ര നടത്തുന്നത്. പക്ഷെ ആത്മീയ യാത്ര നടത്തുന്ന സമയത്ത് അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നു ചേരുന്നതാണ് സിദ്ധികൾ.
അപ്പൊ ഈ വിധത്തിലുള്ള ഒരു യാത്ര ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഗുണങ്ങൾ, അല്ലെങ്കിൽ ആ വിധത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യക്ഷമാകുന്നതിനെയാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഗുണങ്ങൾ ഉള്ള ഒരാളിൽ ഈ ആത്മീയത എങ്ങനെയാണ് പ്രത്യക്ഷമാകുക, എങ്ങനെയാണ് പ്രകടമാവുക? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആത്മീയതയുടെ പാകം വരല്, ആത്മീയതയുടെ പക്വത ഉണ്ടാവല് എന്നുള്ളതാണ്. നമുക്ക് പ്രകടമായിട്ട് ഈ വികാരങ്ങളുടെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും അത് കാണാൻ കഴിയും. ആ ചിന്തകളിലും പ്രവൃത്തികളിലും സ്ഥിരത നമ്മളൊരു കാര്യത്തിന്റെ ആവർത്തിത രീതിയിൽ, അതായത് ഈ ഗുണങ്ങൾ, നമ്മൾ മുമ്പേ പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ, ആ ഗുണങ്ങൾ നമ്മുടെ നിത്യപ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവയ്ക്ക് സ്ഥിരതയുണ്ടാവും. നമ്മുടെ ചിന്തകളിൽ ഈ ഗുണങ്ങളുടെ പ്രതിഷ്ഠ ഉണ്ടാവും, പ്രവൃത്തികളിൽ അതിന്റെ പ്രതിഷ്ഠ ഉണ്ടാവും, അതിന്റെ സ്ഥിരത ഉണ്ടാവും. സ്ഥിരത എന്ന് വെച്ചാൽ എന്താ? സ്ഥിരത എന്ന് വെച്ചാൽ ത്രൈണഭാവമാണ്, അല്ലെ? സ്ഥിരത എന്ന് വെച്ചാൽ ആവർത്തിതമായിട്ട് ചാക്രികമായിട്ട് സംഭവിക്കുന്നതാണ്. അതിനിങ്ങനെ നിരന്തരമായിട്ട് മാറ്റം, നിരന്തരമായ സഞ്ചാരീഭാവം ഉണ്ടാവില്ല. അതിന് ആ പ്രവർത്തനത്തിന്റെ ആവർത്തന സ്വഭാവങ്ങൾ ഉണ്ടാവും. നമ്മുടെ പരിസരത്തുള്ള പല കാര്യങ്ങളും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവയോടൊക്കെ നമുക്ക് പ്രതികരണം ഉണ്ടാവുമല്ലോ. ആ പ്രതികരണങ്ങളിൽ നമുക്ക് സമത്വം ഉണ്ടാവും, അതിനെ സമീകരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും, അതിന് ശാന്തി ഉണ്ടാവും. നമ്മളോട് മുന്നിലേക്ക് എന്ത് വന്നു കഴിഞ്ഞാലും അതിനോട് ഒരു ശാന്തമായ രീതിയിലുള്ള ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവും. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അതിന് ക്ലാരിറ്റി ഉണ്ടാവും. തീരുമാനങ്ങൾക്ക് എപ്പോഴും ധാർമ്മിക ബോധം എന്നൊരു കാര്യം ഉണ്ടാവും. അത് നമ്മുടെ അകത്ത് ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ മുൻപോട്ട് പോക്ക്, നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നത്, ഇതില് സ്വന്തമായിട്ടൊരു നിയന്ത്രണം ഉണ്ടാവും. ഉള്ളിലൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നു, അതിനനുസരിച്ച് തന്നെ സമാധാനം ഉണ്ടാവും. ഈ ഗുണങ്ങളെല്ലാം പഠിച്ചുണ്ടാക്കിയതിന്റെ പുറത്ത് വരുന്നതല്ല, ഇതെല്ലാം സഹജമായി നമ്മളിലൂടെ ഒഴുകി വരുന്നതായിരിക്കും. അപ്പൊ ഈ വിധത്തിലാണ് ഈ ആത്മീയതയുടെ ഒരു പ്രകടനം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു വ്യക്തി ആത്മീയനാണെന്ന് പറയുകയാണെങ്കിൽ ഈ വിധത്തിലാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. പിന്നെ ഈ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ, ജീവിതത്തിലും ബന്ധങ്ങളിലും ആത്മീയതയുടെ സ്വാധീനം എന്താണെന്ന്. ആത്മീയത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങളിൽ വിശ്വാസം ഉണ്ടാവും. നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, ബന്ധങ്ങളിൽ വിശ്വാസം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവരോട് സ്നേഹം ഉണ്ടാവും. അത് സാധാരണ ഉള്ളതിൽ നിന്ന് പതുക്കെ വർദ്ധിച്ചു വരും. നമ്മൾ സാധാരണ ഇപ്പൊ പട്ടി, പൂച്ച, പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നുന്നുണ്ടാ? പട്ടി എന്നെ പോലൊരു ജീവിയാണെന്നും അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രദാനം ചെയ്യുന്ന ജീവിയാണെന്നും ബോധ്യമില്ലായികയാണ്. ആത്മീയതയുടെ നശിച്ച രൂപമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആത്മീയതയുടെ ഗുണങ്ങൾ എന്നുള്ളതിന് നെഗറ്റീവായിട്ടൊരു തലമുണ്ടത്. ആ നെഗറ്റീവായിട്ടുള്ള തലത്തിൽ ജീവിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് പട്ടിപ്പേടി ഉണ്ടാകുന്നത്. പട്ടി കടിക്കുന്ന സ്വഭാവമാണ്, അതേപോലെ തന്നെ സ്നേഹമുള്ള ജീവിയുമാണ്. ആ സ്നേഹമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പട്ടിക്ക് അത് തിരിച്ചറിയും. അപ്പോൾ ബന്ധങ്ങളിൽ വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുക എന്നുള്ളതാണ് ഈ ആത്മീയതയുടെ ഒരു സ്വാധീനം ഉണ്ടാവുന്നത്. ഭയങ്കരമായിട്ട് നമ്മുടെ ടർബുലൻസ് ഭയങ്കരമായിട്ട് കുറയും, സംഘർഷങ്ങൾ കുറയും, നമ്മുടെ ബോധ്യങ്ങളും മെച്ചപ്പെടും, ജീവിതത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടും. അത് സമൂഹത്തിൽ നല്ല ഇമ്പാക്റ്റ് സൃഷ്ടിക്കും. ഇവരുടെ സമൂഹത്തിന്റെ മുകളിലുള്ള സ്വാധീനം നല്ലപോലെ മെച്ചപ്പെടും, സമാധാനം ഉണ്ടാവും, ബാലൻസ് ഉണ്ടാവും. ഇതെല്ലാം സ്വയം അനുഭവിക്കും. ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു പ്രാഥമിക പാഠമാണ്. നിങ്ങൾ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് നേരെ തിരിച്ചുള്ള ചില അവസ്ഥകളിലൂടെ കടന്നു പോകും. അത് പ്രകൃതി നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു സമൂഹത്തിൽ നല്ല സ്വാധീനം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ആത്മീയതയുടെ കോറിലേക്ക് പോകുന്ന സമയത്ത് സമൂഹത്തിൽ നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയും വരും. അത് ഇപ്പോഴല്ല, പിന്നീട് ഒരു പ്രത്യേക തലത്തിലെത്തുമ്പോൾ ഐസൊലേഷൻ അനുഭവപ്പെടും. കാരണം ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയുന്ന രീതിയിലേക്കുള്ള നിരീക്ഷണത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ കഴിയുള്ളൂ, ആ അനുഭവങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ആത്മീയത എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലെ ഗുണങ്ങളും മൂല്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ്. അത് അകത്തു നിന്നും പുറത്തേക്ക് പ്രകടമാകുന്നതാണ്. അവിടെ നിന്നാണ് നമ്മുടെ അകത്തെ ആ ആത്മത്തിൽ നിന്നാണ് വ്യക്തി രൂപപ്പെടുന്നത്. വ്യക്തിയിൽ നിന്നാണ് ബന്ധങ്ങൾ രൂപപ്പെടുന്നത്, അത് സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. അങ്ങനെ മൊത്തത്തിൽ അതിങ്ങനെ ഒരു പ്രഭാവമായിട്ട് വെളിപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇത് നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളായിട്ട് വെളിപ്പെടുന്നുണ്ട്.
അറിവായിട്ട് ഗുണപ്പെടുന്നുണ്ട്, തെളിച്ചമായിട്ട് ഗുണപ്പെടുന്നുണ്ട്, വീക്ഷണമായിട്ട് വെളിപ്പെടുന്നുണ്ട്. അങ്ങനെ ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അകത്ത് നിറഞ്ഞു നിൽക്കുന്ന, അകത്തു നിന്നും വെളിയിലേക്ക് തുളുമ്പി വരേണ്ടുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും നമുക്ക് പഠിച്ചുണ്ടാക്കാൻ പറ്റില്ല, ചിന്തിച്ചുണ്ടാക്കാൻ പറ്റില്ല, വിവേചിച്ചുണ്ടാക്കാൻ പറ്റില്ല. അത് ഉള്ളിൽ നിന്നുള്ള ജീവിതത്തിന്റെ ഉള്ളിൽ ജീവനം നടക്കുന്നതിന്റെ അനുഭവമാണ്. ജീവൻ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സ്വയം പ്രവർത്തന ശേഷിയാണ്. ആ ജീവന്റെ ക്വാളിറ്റിയാണ്, ജീവന്റെ ഗുണമാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. ആ ഗുണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ആ ഒരു പ്രകൃതി ബന്ധം ഉണ്ടാവുക. നിങ്ങൾ പ്രകൃതിയുടെ അംഗമായി മാറുക, പ്രകൃതിയുമായി യോഗത്തിലാവുക. അതിനുവേണ്ടിയാണ് ആത്മയാനം എന്ന ഈ യാത്രാപാത്രം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിൽ വന്ന് യാത്ര ചെയ്യാനുള്ള പാകം, കാലം, ആവശ്യമെല്ലാം മുമ്പിൽ വന്നെത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അതുമായിട്ട് നമ്മൾ പ്രകൃതിയുടെ ആത്മീയത എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ യാത്ര ചെയ്യാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.